പ്രേക്ഷകരെ, നിങ്ങൾ പറയൂ, ഇത് നീതിയാണോ അനീതിയാണോ? വളരെ ദുർഘടമായ സാഹചര്യത്തിലൂടെ വളർന്ന് വളരെ പ്രശസ്തനായ ഒരു കലാകാരൻ തന്റെ ഉറ്റ സുഹൃത്തിനെ ഫ്ലവേഴ്സ് ടിവിയുടെ ഫ്ലോറിലിട്ട് മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമായ ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറ തല്ലി തകർക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ലവ് സിനിമയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇതിപ്പോ ഇവിടെ പറയാൻ കാരണം, 3 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സുഹൃത്തിന്റെ മൊബൈലിൽ ഒരു കോൾ വന്നു. മറുതലക്കൽ ഒരു അമ്മയായിരുന്നു. ആ അമ്മ സുഹൃത്തിനോട് ചോദിച്ചു, മോന് നോബിയെ പരിചയമുണ്ടോ? സുഹൃത്ത് പറഞ്ഞു, അറിയാം. അപ്പോൾ ആ അമ്മ പറഞ്ഞത്, നോബി നല്ല പയ്യനാണ്, നന്നായി അഭിനയിക്കും. പക്ഷെ മോൻ നോബിയോട് ഒരു കാര്യം പറയണം. ഇനി ഫ്ലവേഴ്സിന്റെ സ്റ്റാർ മാജിക്കിൽ പോകുമ്പോൾ ആ തങ്കച്ചനോട് പറയണം, അനുവിന്റെ മനസ്സ് മാറും, ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, തങ്കച്ചനും അനുവായിട്ടുള്ള കല്യാണം നടക്കും, ഒരു കാരണവശാലും തങ്കച്ചൻ പേടിക്കണ്ട എന്ന് പറയണം. പക്ഷേ മോൻ അനു അടിമാലിയുടെ അടുത്ത് പറഞ്ഞ, ആ ദുഷ്ടൻ ഉള്ളിടത്തോളം കാലം ഒരു കാരണവശാലും അനുവിനെ കല്യാണം കഴിക്കാൻ ബിനു അടിമാലി സമ്മതിക്കില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു കൊടുത്തു, അമ്മ, ഇതൊക്കെ ആ പ്രോഗ്രാമിന്റെ ഹൈക്കിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. ബിനു അടിമാലിയും തങ്കച്ചൻ വിതിരയും അനുവും ഒക്കെ പാവമാണ്, അത് ആ പ്രോഗ്രാമിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും അമ്മ സമ്മതിക്കുന്നില്ല. ആ ദുഷ്ടൻ ഉള്ളിടത്തോളം കാലം മനഃപൂർവ്വം തങ്കച്ചൻ വിതിരയെ കളിയാക്കി അനുവിന്റെ മനസ്സ് മാറ്റി അവൻ വയസ്സ് മൂത്ത് കല്യാണം കഴിക്കാതെ നശിച്ചു പോണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു ദുഷ്ടനാണ് ബിനു അടിമാലി എന്ന് അമ്മ ഉറപ്പിച്ച് പറഞ്ഞു. എന്തായിരുന്നാലും ഈ രസകരമായ ഫോൺ സംഭാഷണം സുഹൃത്ത് റെക്കോർഡ് ചെയ്ത് നോബിക്ക് അയച്ചു കൊടുത്തു. നോബി സുഹൃത്തുക്കളെയൊക്കെ കാണിച്ചു. അങ്ങനെ അതങ്ങ് കഴിഞ്ഞുപോയി. പക്ഷേ ഇപ്പോൾ ഈ സംഭവം വീണ്ടും ഞങ്ങൾ ഇവിടെ പറയാൻ കാരണം, 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ ബിനു അടിമാലി ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് തന്റെ കഴിവ് കൊണ്ട് വളർന്ന് ഒരു ആർട്ടിസ്റ്റായി മാറിയതിനു ശേഷം തന്റെ ഫേസ്ബുക്കും മറ്റും കൈകാര്യം ചെയ്തിരുന്ന തന്റെ ഉറ്റ സുഹൃത്തായിരുന്ന ആ പയ്യനെ, അദ്ദേഹമാണ് വാദി, അദ്ദേഹത്തെ ഫ്ലവേഴ്സ് ടിവിയുടെ ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് തല്ലുകയും അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമായ ക്യാമറ, 8 മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ക്യാമറ തല്ലി തകർക്കുകയും ചെയ്തു. പക്ഷേ ബിനു അടിമാലി ഒരു ആർട്ടിസ്റ്റ് ആയതിന്റെ ടാഗ് ലൈനിന്റെ പുറത്താണ് അദ്ദേഹത്തിന് ഇത്രയധികം ഉന്നത ഉദ്യോഗസ്ഥന്മാരെ കൂട്ടായി കിട്ടിയത്. അതുകൂടാതെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തന്റെ ഒപ്പമുണ്ട്, തന്റെ പോക്കറ്റിലുണ്ടെന്ന അഹങ്കാരം പറയുന്നത്. അതുകൊണ്ടാണ് ആ പയ്യന്റെ വീട് കയറി അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. പക്ഷേ ഈ ന്യൂസ് മറ്റുള്ള എല്ലാ ഓൺലൈൻ ചാനലുകാർ കൊടുത്തപ്പോഴും വി ലവ് സിനിമ അതിന്റെ പിന്നിൽ പോകാതിരുന്നതിന്റെ കാരണം, ബിനു അടിമാലി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോ അതിന്റെ കേസായിരിക്കുന്നു. ആ പ്രതി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ട് വാദി പോലീസിനോട് വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പല ഓൺലൈൻ മാധ്യമങ്ങളുടെയും പുറത്തു വന്നിരുന്നു. ആ പയ്യൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം ബിനു തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് ഉണ്ടായ ഒരു വാഹനാപകടത്തിൽ പ്രിയപ്പെട്ട അതുല്യ കലാകാരൻ സുധി മരിച്ചുപോയപ്പോൾ ബിനു അടിമാലി പറഞ്ഞൊരു വാക്കുണ്ട്, കാലന്റെ ഔദാര്യമാണ് എന്റെ 2ാം ജീവിതമെന്ന്. അങ്ങനെയുള്ള ബിനു ഒരിക്കലും ഇത് കാണിക്കാൻ പാടില്ല. നന്മയോടെ പ്രവർത്തിക്കേണ്ടവനാണ് ബിനു അടിമാലി. പക്ഷെ തനിക്ക് കുറെ ഉന്നതരുടെ പിടിപാടുണ്ടെന്നും പറഞ്ഞ് ഈ പയ്യനെ, അവൻ ലോൺ എടുത്ത് വാങ്ങിയ ക്യാമറ, 2 പെൺകുട്ടികൾ അടങ്ങുന്ന കുടുംബം, ഉപജീവന മാർഗം അവൻ നടത്തിയിരുന്ന ആ കുടുംബം, ഇതേ തരത്തിലായിരുന്നു ബിനു അടിമാലി പണ്ട് തന്റെ കുടുംബം പോറ്റിയിരുന്നത്. പക്ഷെ കുറച്ച് പണവും പ്രശസ്തിയൊക്കെ വന്നപ്പോൾ അഹങ്കാരം, കുതികാലുപെട്ടുമൊക്കെ കൂടപ്പുറപ്പായി കൂടിച്ചേരുമ്പോൾ മനുഷ്യൻ ഇങ്ങനെ നശിക്കാൻ പാടില്ല. ബിനു അടിമാലി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ പ്രതി പോലീസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഞാൻ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് ഉപദ്രവിച്ചിട്ടില്ല. ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നെങ്കിലും ബിനു അടിമാലി ആദ്യം പോലീസിൽ ഈ പയ്യനെതിരെ പരാതി നൽകിയിരുന്നു. തന്റെ ഫേസ്ബുക്ക് ഹൈജാക്ക് ചെയ്തു, ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നു, തനിക്കെതിരെ ഒരുപാട് പരാതികൾ പറയുന്നു. അങ്ങനെ പോലീസ് ഈ പയ്യനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. പക്ഷെ പോലീസിന് വ്യക്തമായി മനസ്സിലായി ബിനു അടിമാലി കൊടുത്ത കേസ് വ്യാജമാണ്, ഈ പയ്യൻ അങ്ങനെ ചെയ്തിട്ടില്ല. ആ തെളിവ് സഹിതമാണ് ആ പയ്യൻ പോലീസിനോട് പറഞ്ഞത്. വെറും 10,000 രൂപ മാത്രമാണ് ബിനു അടിമാലി ഇതുവരെ ആ പയ്യന് ശമ്പളമായിട്ടോ അല്ലെങ്കിൽ പ്രതിഫലമായിട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 പിഞ്ച് പെൺകുട്ടികൾ അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഈ പയ്യൻ. അതിന് ഉപജീവന മാർഗം നടത്താനാണ് ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറ അവൻ ലോൺ എടുത്ത് വാങ്ങിയതാണ്. ആ ലോണ് പോലും അടച്ചു തീർത്തില്ല. അവൻ ഇന്ന് പോലീസിനോട് ആ കാര്യം വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. ഒപ്പം അവന്റെ മനസ്സ് വിതുമ്പുകയാണ്. കാരണം ബിനു അടിമാലി ഒരാളുടെ മരണം മുന്നിൽ കണ്ടതാണ്. ബിനു അടിമാലിയും ഈ വാദിയും, സുധി എന്ന കലാകാരൻ മരിച്ചപ്പോൾ അന്ന് ബിനു അടിമാലി അവശനായി മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിൽ കഴിയുമ്പോൾ ആ ബിനു അടിമാലിയെ ബാത്റൂമിൽ കൊണ്ടുപോകാനും കുളിപ്പിക്കാനും ഷേവ് ചെയ്യാനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നത് ആ പയ്യനാണെന്ന് ഒരിക്കലും കള്ളമാണെങ്കിൽ പോലീസിനോടോ ഓൺലൈനോടോ അത് പറയില്ല. അവൻ അതൊക്കെ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മിസ്റ്റർ ബിനു അടിമാലി, താങ്കളും ഇത്തരത്തിൽ വളർന്നു വന്ന ഒരു കലാകാരനാണ്. താങ്കളാണ് മനസാക്ഷി കാണിക്കേണ്ടത്. കഷ്ടത അറിഞ്ഞു വന്ന താങ്കൾ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന്റെ ടാഗ് ലൈൻ ഉപയോഗിച്ച് താങ്കൾക്ക് കുറെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, എന്റെ പോക്കറ്റിൽ രാഷ്ട്രീയക്കാരുണ്ടോ, അതിന്റെ വീട് കയറി അടിച്ചു കളയും,
അതൊന്നും ഒരു കലാകാരന്റെ ധാർമ്മികതയ്ക്ക് ചേർന്നതല്ല. അതുകൊണ്ട് താങ്കൾ മാതൃക കാട്ടി ആ വാദിക്ക്, അതായത് താങ്കൾ നശിപ്പിച്ച ക്യാമറ അടക്കം വാങ്ങി ആ പയ്യനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് താങ്കൾ നല്ലൊരു കലാകാരനായുള്ള മാതൃക കാട്ടി ആ പയ്യനുമായി ഒന്നിച്ചു പോകാനുള്ള ശ്രമം നടത്തണം. അതിലൂടെ താങ്കൾ മഹാനായ ഒരു കലാകാരനാവും. പിന്നെ വി ലവ് സിനിമയ്ക്ക് താങ്കളോട് പറയാനുള്ളത്, താങ്കൾ മഹാനായ ഒരു കലാകാരനാണ്, ഒരുപാട് ഉയരങ്ങൾ എത്തിപ്പിടിക്കേണ്ട ഒരു കലാകാരൻ. ജീവിതം നശിപ്പിക്കരുത്. അതുകൊണ്ട് വി ലവ് സിനിമയുടെ പ്രാർത്ഥനയാണ് താങ്കൾ കലാകാരന്മാർക്ക് മാതൃകയാവണം. അതിന് താങ്കൾക്ക് കഴിയട്ടെ. അതിനുവേണ്ടി വി ലവ് സിനിമ താങ്കൾക്കും താങ്കളുടെ സുഹൃത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.